പഞ്ചായത്തിലെ അതിമനോഹരമായ ഒരു പുരാതന ക്ഷേത്രമാണ് കോതപുരം ശ്രീരാമ ക്ഷേത്രം. കർക്കിടമാസം ഏറെ പുണ്യമായി കണക്കാക്കപ്പെടുന്ന ഒരു സമയത്താണ് പ്രതീക്ഷിക്കാതെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ദേശമംഗലത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ഒരു കാലത്ത് ദേശമംഗലം മനയുടെ കീഴിലായിരുന്നു. ദേശമംഗലം മന എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മനകളിൽ ഒന്നായിരുന്നു. വള്ളുവനാടൻ മലബാർ ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മനയായിരുന്നു ദേശമംഗലം മന. അവരുടെ പഴയകാല പ്രതാപകാലത്തുള്ള കുടുംബക്ഷേത്രമായിരുന്നു കോതപുരം ശ്രീരാമ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ താളിയോല ഗ്രന്ഥശേഖരങ്ങളിൽ ഒന്നായിരുന്നു ദേശമംഗല മന ലൈബ്രറി. 1000-ലധികം താളിയോല ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 300 വർഷം പഴക്കമുണ്ടായിരുന്നു അത്രേ ദേശമംഗലം മനയ്ക്ക്. ആ മനയുടെ കീഴിലായിരുന്നു ആ പ്രദേശത്തെ ക്ഷേത്രങ്ങളും കൃഷിഭൂമികളും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിഭജനത്തെ തുടർന്ന് 86-87 കാലഘട്ടത്തിൽ മനോഹരമായ ചരിത്ര സ്മാരകമായ ആ മന പൊളിക്കേണ്ടി വന്നു. ചരിത്രപ്രസിദ്ധമായ ലൈബ്രറിയും അതോടെ അവസാനിച്ചു. തുടർന്ന് അവരുടെ കീഴിലുണ്ടായിരുന്ന മിക്ക ക്ഷേത്രങ്ങളും നാട്ടുകാരുടെയും ഭക്തരുടെയും സംരക്ഷണത്തിലേക്ക് മാറ്റപ്പെട്ടു. നിറയെ ഭൂസ്വത്ത് ഇത്തരം ക്ഷേത്രങ്ങൾക്കായി പണ്ട് കാലത്ത് മാറ്റിവെച്ചിരുന്നു. അത്തരം ഒരു ക്ഷേത്രമാണ് ഇവിടെയുള്ള ശ്രീരാമ ക്ഷേത്രം. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ത്രേതായുഗനാഥനായ ശ്രീരാമനാണ്. പ്രകൃതി ഭംഗി നിറഞ്ഞ കുന്നിൻ മുകളിലെ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ശ്രീരാമൻ്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുള്ള ഇവിടുത്തെ ആരാധന ഏറെ സവിശേഷമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ശ്രീരാമ നവമിയാണ്. കൂടാതെ പ്രതിഷ്ഠാദിനം, അഷ്ടമി, രോഹിണി എന്നിവയും ആചരിക്കപ്പെടുന്നു. ഗോശാല കൃഷ്ണൻ, അയ്യപ്പൻ, ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും.